ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിഡിലും തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തൊരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റിലാണ് ഞാനിവിടെ തരിക്കഞ്ഞി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തരിക്കഞ്ഞി ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂട്ടത്തിൽ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ തരിക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊരു പാൻ വെച്ച് കൊടുത്ത് പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഈ സമയത്ത് ഒരു 4 ഏലയ്ക്കും അതുപോലെ തന്നെ 4 കറാമ്പും കൂടെ ഞാൻ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് നെയ്യ് കിടന്ന് ചൂടായി വരട്ടെ. അതുപോലെ തന്നെ കുറച്ച് ക്യാഷ്യും അതുപോലെ തന്നെ റൈസിൻസും കൂടെ ഞാൻ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് നമുക്കിതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് റോസ്റ്റായി വന്നതുകൊണ്ട് ഞാനിവിടെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 ഗ്ലാസ് പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ പനിനീർ റോസ് ഡ്രൈ ചെയ്തതാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ പനിനീർ റോസ് എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് നോമ്പൊക്കെ നോറ്റ് ശരീരം നന്നായിട്ട് ചൂടായിരിക്കും. ഈ പനിനീർ റോസ് നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് കുളിർമ നൽകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഡ്രൈഡ് പനിനീർ റോസ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത്ര നല്ലൊരു വെറൈറ്റി ഫ്ലേവർ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ തരിക്കഞ്ഞിക്ക് ഡ്രൈഡ് പനിനീർ റോസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് തരിക്കഞ്ഞിയുടെ കൂടെ ഈ പനിനീർ റോസ് ഒന്നിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. അത്ര നല്ലൊരു വെറൈറ്റി ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷുഗറിന് പകരം ശർക്കരയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് തരിക്കഞ്ഞിക്ക്. അപ്പോൾ ആവശ്യത്തിനുള്ള ശർക്കര ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ റവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ്സിന് പാലിന് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ. അതിന് നമുക്ക് റവ ഇട്ട് കൊടുത്ത ഉടനെ നമുക്ക് കൈവിടാണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ റവ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൈവിടാണ്ടൊന്ന് തിളയ്ക്കുന്നത് വരയ്ക്കും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അത്ര നല്ലൊരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ ഈ പനിനീർ റോസ്. ഈ പാല് തിളച്ച് വരുമ്പോൾ അത്ര വീട് മുഴുവൻ അത്ര ഒരു നല്ല സ്മെല്ലായിരുന്നു. അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പനിനീർ റോസ് നമ്മുടെ ശരീരത്തിനൊക്കെ കുളിർമ നൽകുന്നത് കാരണം അത്ര നല്ലതാണ് ഈ നോമ്പ് സമയത്തൊക്കെ നമുക്ക് കുടിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ തരിക്കഞ്ഞി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല കിഡിലും തരിക്കഞ്ഞി ഡ്രൈഡ് പനീർ റോസൊക്കെ ചേർത്തിട്ടുള്ള കിഡിലും തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തരിക്കഞ്ഞി സർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി ഒഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല കിഡു ഡ്രൈഡ് പനീർ റോസൊക്കെ ചേർത്തിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ലൊരു ഫ്ലേവർ ആയിരുന്നു തരിക്കഞ്ഞിക്ക്. ഈ ഡ്രൈഡ് പനീർ റോസും കൂടെ ചേർത്തപ്പോൾ നല്ല ഉണക്കിയ പനീർ റോസാണ് കേട്ടോ ഇത്. കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല കുളിർമയാകും കേട്ടോ. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന കൂൾ ഡ്രിങ്ക്സിലും അതുപോലെ ഉണ്ടാക്കുന്ന ഡ്രിങ്ക്സിലൊക്കെ നമ്മൾ ഇച്ചിരി അതിൻ്റെ പെറ്റൽസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഡ്രൈഡ് പനീർ റോസിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് നല്ല കുളിർമയാകും. ഈ ചൂടിനൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ചൂട് കാരണം ഉണ്ടാക്കും. അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വിധത്തിലൊക്കെ പരിഹാരമാണ് കേട്ടോ ഈ ഡ്രൈഡ് പനീർ റോസ് നമ്മൾ ഇതുപോലെ ഡ്രിങ്ക്സിലൊക്കെ ആഡ് ചെയ്ത് കുടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ നോമ്പിന് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.